എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി തിരുവചനങ്ങളെ ചിന്തിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന്, കേൾക്കുന്ന വചനങ്ങൾക്ക് ഒത്തവണ്ണം നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാൻ ഇടയാകേണ്ടതിന് ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവെ, അവിടുത്തെ പാദങ്ങളിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. തിരുവചനങ്ങൾ ഉള്ളതിനും മണ്ണതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവടിയൻ ബലപ്പെടുത്തണമേ. കേൾക്കുന്ന വചനങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. ജനത്തോട് സംസാരിക്കണമേ. അടിയങ്ങൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൂതന്മാരുടെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെ നിലയിലാണ് ദൂതന്മാർ ഇടപെടുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ദൂതന്മാരുടെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ മാത്രമേ നമ്മിലൂടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ, ദൈവത്തിന്റെ ദൂതന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിക്കും. നമുക്ക് വേണ്ടി മറ്റുള്ളവരിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ പ്രവർത്തിക്കും. ഞാൻ ആരംഭത്തിലെ ഓർപ്പിക്കുകയുണ്ടായി, ദൂതന്മാരുടെ സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മോട് എതിർക്കുന്ന, പോരാടുന്ന എതിർ ശക്തികൾ ഉള്ളത് കൊണ്ടാണ് സഹായം നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാരുടെയും പരിശുദ്ധാത്മാവിന്റെയും സഹായമില്ലാതെ ഈ പോർക്കളത്തിൽ വിജയിച്ചു പോകാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ആത്മീയ പോരാട്ടത്തിൽ വിജയിക്കണമെങ്കിൽ, സ്പിരിച്വൽ വാർഫെയറിൽ നാം വിജയിക്കണമെങ്കിൽ സ്വയമായിട്ട് സാധിക്കില്ല. ദൂതന്മാരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമുക്ക് ആവശ്യമാണ്. അതിന് നമ്മെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ദൂതന്മാരാണ്. യേശു ക്രിസ്തുവിനെ ബലപ്പെടുത്തിയത് ദൂതന്മാരാണ്. അവൻ പ്രാണവേദനയിലായപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് കർത്താവിനെ ബലപ്പെടുത്തി. മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് കർത്താവിനെ ശുശ്രൂഷിച്ചു. അതൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ സാത്താനെ ദൈവം ഇങ്ങനെ ആക്കിയിരിക്കുന്നു? അങ്ങ് നശിപ്പിച്ച് കളഞ്ഞാൽ പോരെ? അതിന്റെ കാരണം, ദൈവം ദീർഘക്ഷമയും മഹാദയമുള്ളവനായതുകൊണ്ട് വീണുപോയ ദൂതന്മാരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചു, അവരെ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്തി. ലൂസിഫറിനെയും കൂട്ടരെയും അവരെയാണ് ഭൂമി ഏൽപ്പിച്ചിരുന്നത്. ഭൂമിയുടെ ഉത്തരവാദിത്വം അവർക്കായിരുന്നു. അവരെ മാറ്റി നിർത്തിയിട്ട് മടങ്ങി വരാൻ അവസരം കൊടുത്തു. യഥാസ്ഥാനപ്പെട്ട് വന്നാൽ വീണ്ടും അവരെ പഴയ പൊസിഷനിൽ തന്നെയാക്കും. അതിനുവേണ്ടി ദൈവം അവരെ മാറ്റി നിർത്തി. എന്നാൽ അവർ വീണ്ടും തെറ്റ് ചെയ്തു, മനുഷ്യരെ തെറ്റിലേക്ക് നയിച്ചു. അതുകൊണ്ട് സ്വർഗത്തിൽ ആദ്യമായിട്ട് സ്വർഗീയ ന്യായാസനങ്ങൾ വെച്ചു. സാത്താന് ശിക്ഷ കൊടുത്തു, ലൂസിഫറിന് ശിക്ഷ കൊടുത്തു, സ്ത്രീയെ ശിക്ഷിച്ചു, മനുഷ്യനെ ശിക്ഷിച്ചു, ഭൂമിക്ക് ശിക്ഷ കൊടുത്തു. അതിനു മുമ്പ് ഭൂമി ദൈവത്തിന്റെ ഒരു പർദീസ, മനുഷ്യർക്ക് ഈ ദൂതന്മാർ പാർത്തിരുന്ന പർദീസയായിരുന്നു. ആ ഭൂമിയുടെ മുഖത്തിന് വ്യത്യാസം വന്നു. ഭൂമി പാഴും ശൂന്യവുമായി ഭവിച്ചു. എന്നാൽ അങ്ങനെ ദൂതന്മാർക്ക് തെറ്റ് ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തിയെങ്കിലും വീണ്ടും ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിച്ച് മനുഷ്യന് ഹിതകരമായ രീതിയിൽ പാർക്കത്തക്ക നിലയിൽ ഇവിടെ ക്രമീകരണങ്ങൾ ചെയ്തു. 23 ഡിഗ്രി ഭൂമി ചരിച്ചു വച്ചിരിക്കുന്നത്, ഭൂമിയെ ദൈവം സംവിധാനം ചെയ്തു വച്ചിരിക്കുകയാണ്. കോസ്മോസ്
എന്നാണ് ഭൂമിയുടെ ഗ്രീക്ക് വാക്ക്. അതിന്റെ അർത്ഥം സംവിധാനം എന്നാണ്. ഈ ഭൂമിയെ ദൈവം സംവിധാനം ചെയ്തു വെച്ചിരിക്കുകയാണ്. നമുക്കിവിടെ പാർക്കത്തക്ക നിലയിൽ ചൂട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യർ പാർക്കത്തക്ക നിലയിൽ ഓക്സിജൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു, വെള്ളം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ സംവിധാനമാണ്. അങ്ങനെ സോത്സാഹമായി സന്തോഷമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ വീണ്ടും ഈ ലൂസിഫറിന്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാർ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകൾ, അവര് മനുഷ്യനെ തെറ്റിക്കുവാനും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുവാനും തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഭൂമിയിലെല്ലാം ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഭൂമിയിൽ ആദ്യത്തെ ഒരു വീരൻ നിമ്രോദായിരുന്നു. ഭൂമിയിൽ എങ്ങനെയാണ് ജയിന്റ് ഉണ്ടായതെന്ന്, രാക്ഷസന്മാർ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായതെന്ന് നമ്മൾ ചിന്തിച്ചു. ദീർഘകായന്മാരായ മനുഷ്യര് ഭൂമിയിലുണ്ടായി. അവരെ എല്ലാം ദൈവം തകർത്തു കളഞ്ഞു. അതിനുവേണ്ടി ജലപ്രളയം ഭൂമിയിൽ വരുത്തി എല്ലാത്തിനും നിഗ്രഹിച്ചു. വീണ്ടും ചില ദൂതന്മാർ ഭൂമിയിലേക്ക് വന്നു ദൈവത്തിനെതിരായിട്ട്. അങ്ങനെ വന്ന ദൂതന്മാരുടെ പ്രേരണയാൽ മനുഷ്യരെ കൊണ്ട് ശിനാർ ദേശത്ത് ഒരു വലിയ ഗോപുരം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്തു. അവര് ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. ഇന്നും മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പരിപാടിയാണത്. ദൈവം ഉണ്ടാക്കിയ വസ്തുക്കൾ അവരുണ്ടാക്കിയ വസ്തുക്കളോട് സാദൃശ്യപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവര് ചുടുകട്ട ഉണ്ടാക്കി, ദൈവം ഉണ്ടാക്കിയതാണ് കല്ല്, അവര് ചുടുകട്ട കല്ലായിട്ട് ഉപയോഗിച്ചു. മനുഷ്യരുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് ദൈവം ഉണ്ടാക്കിയ വസ്തുക്കളുടെ പേരാണ് ഇടുന്നത്. കല്ല് ഇഷ്ടികയായിട്ടാണ് അവരിപ്പോ ഉപയോഗിക്കുന്നത്, പശമണ്ണ് കുമ്മായമായിട്ട്. പശമണ്ണ് ദൈവം ഉണ്ടാക്കിയതാണ്, കുമ്മായം മനുഷ്യനുണ്ടാക്കിയ വസ്തുവിന്റെ പേരാണ്. പശമണ്ണ് അവർ കുമ്മായമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ദൈവം ഉണ്ടാക്കിയ വസ്തുക്കൾക്ക് പേര് അവരുണ്ടാക്കുന്ന വസ്തുവിന് കൊടുക്കുകയാണ്. എന്നിട്ട് മനുഷ്യന്റെ ഒരു വലിയ ഗോപുരം ഉണ്ടാക്കുക. അവർ പറയുന്നത്, ഇനിയും ദൈവം ഇതുപോലെ എന്തെങ്കിലും കാണിച്ച് വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചാൽ നമുക്ക് രക്ഷപ്പെടണം. അതാണ് മനുഷ്യന്റെ ഉള്ളിൽ കൊടുത്ത പ്രേരണ. അതിന് ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയണം, അതിന് ചില പേരുകൾ കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, 12 സൈനുകളാണ് ആ ഗോപുരത്തിൽ അവർ കൊടുത്തത്. അതിൽ മനുഷ്യന്റെ തലയിൽ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കി, മുടി പല രീതിയിലാക്കി, അങ്ങനെ ഒരു രൂപം വെച്ചിരുന്നു. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 14 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നു. 22-ാം അധ്യായത്തിലും തലയുടെ ചുറ്റും വടിക്കരുത്. എന്തിനാ അങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഈ ഫറോ രാജാക്കന്മാരുടെയൊക്കെ ചിത്രം കണ്ടാൽ അറിയാം, വട്ടത്തിൽ തലയെ ചുറ്റും വടിച്ചിട്ട് മണ്ടയ്ക്ക് മാത്രം മുടി വെച്ച് പാമ്പിന്റെ ആകൃതിയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള രൂപം അവിടെ കൊടുത്തിരുന്നത് കൊണ്ടാണ് ബൈബിളിൽ കൊടുക്കേണ്ടി വന്നത്, നിങ്ങളുടെ തല അതുപോലെ വടിക്കരുതെന്ന്. അങ്ങനെ രൂപം ചെയ്യാൻ പാടില്ല. താടിയുടെ അറ്റം വിരൂപമാക്കരുത്.
താണ്ടി നീണ്ട ഐക്കണുകൾ അവിടെ കൊടുത്തിരുന്നു. വാല് പോലെ താടി ഉണ്ടാക്കിയതും കുറെ ഷേവ് ചെയ്തിട്ട് റൗണ്ടിലാക്കുന്നതും ഒക്കെ താടിയുടെ അറ്റം വിരൂപമാക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കൽപ്പന കൊടുക്കേണ്ടി വന്നത്, പ്രമാണം കൊടുത്തത് താടിയുടെ അറ്റം വിരൂപമാക്കരുതെന്ന്. ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പരിപാടിയാണ് മുടി വിരൂപമാക്കുക, താടി വിരൂപമാക്കുക. ഇതെല്ലാം ദൈവത്തിന്റെ പ്രമാണത്തിനെതിരായിട്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണ്. സ്പിരിച്വൽ വാർഫെയറിൽ വിജയിക്കണമെന്നുള്ളവൻ ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിക്കും. അപ്പോൾ ശിനാർ ദേശത്ത് ഗോപുരം പണിതുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരുടെ പണി കാണാൻ ഇറങ്ങി വന്നു. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 11-ാം അധ്യായം 7-ാം വാക്യം. ഉൽപ്പത്തിയാണോ അതോ ലേവിയാണോ? ഉൽപ്പത്തി 11:7. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. കണ്ടോ? ദൈവം ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. ഭൂമിയിൽ എല്ലാം അവരെ ചിതറിച്ചു. മനുഷ്യന്റെ പദ്ധതിക്കെതിരായിട്ട് ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതാണ് ദുഷ്ട മനുഷ്യരുടെ, സൈത്താനി മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഒരു കൂട്ടം ദൈവമക്കളെ ദൈവം വേർതിരിച്ചത്. അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ അവസാനിപ്പിച്ചത്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം അതായിരുന്നു. വിഗ്രഹാരാധികളുടെ ഇടയിൽ എല്ലാവരും വിഗ്രഹാരാധന ചെയ്യുമ്പോൾ, അവർ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി വിൽക്കുമ്പോൾ അത് വലിയ ഫേമസ് ആയി. അസസ്സേൽ എന്ന് പറയുന്ന വാഴ്ചകളിൽപ്പെട്ട ഒരു ദൂതനാണ് ഭൂമിയിൽ കടന്നു വന്ന് വിഗ്രഹാരാധന മനുഷ്യന്റെ ഇടയിൽ കൊണ്ടുവന്ന് കൊടുത്തത്. അവനെ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയെ ദൈവം വേർതിരിച്ചു. ബാക്കി എല്ലാവരും വഷളായി. അതിനുവേണ്ടി അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. 18-ാം അധ്യായത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വാക്യം വായിച്ചു. അങ്ങനെ തിരഞ്ഞെടുത്ത് അവനിലൂടെ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ വാർത്തെടുക്കുവാൻ ദൈവം താല്പര്യപ്പെട്ടു. ഈ സ്പിരിച്വൽ വാർഫെയറിൽ വിജയിക്കുവാൻ അത്യാവശ്യമായ ചില വാക്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എന്നോട് പലരും ചോദിച്ചു. അതുകൊണ്ട് ചില വാക്യങ്ങൾ ഇന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അത് കുറിച്ചു വെക്കുക. ഒന്നാമത് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ. അതിൽ പ്രധാനമായിട്ട് പറയുന്നത്, അവൻ നിങ്ങൾക്കായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്നറിയാതെ തിരിഞ്ഞു ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിൽ വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അപ്പോൾ ഈ ശക്തികളെ ജയിപ്പാൻ ആവശ്യമായ ദൈവകൃപ നമുക്ക് നൽകും. വാക്യം നിങ്ങൾ എഴുതുന്നെങ്കിൽ എഴുതണം. 2-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. നമ്മൾ സ്പിരിച്വൽ വാർഫെയറിൽ ധൈര്യപ്പെട്ട് ശത്രുവിനോട് എതിർക്കാൻ കഴിയേണ്ടതിന് ഓർത്തിരിക്കേണ്ട വാക്യങ്ങളാണ് ഇത്. കൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. 3-ാമത്തെ വാക്യം യെശയ്യാ പ്രവചനം 41-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഐശയ്യാ ചാപ്റ്റർ 41
verse 10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 7. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 4. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. He who is in you is greater than he who is in the world. നിങ്ങളിലുള്ളവൻ ഈ ഭൂമിയിലുള്ളവനേക്കാൾ വലിയവനാണ്. ശത്രുവിന്റെ ശക്തികൾ ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനേക്കാൾ ശക്തിയുള്ള ദൈവത്തിന്റെ ദൂതന്മാരും പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. നാമോ, റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 37. നാമോ നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ദൈവമക്കൾ ജയം പ്രാപിക്കുന്നവരായിരിക്കണം. കൂട്ടുകാരുടെ മുമ്പിൽ, ജോലി ചെയ്യുന്നിടത്ത്, സ്കൂളില് ഒക്കെ വിജയം പ്രാപിക്കണം. ഞാനൊരു ദൈവവൈതലാണ്, എനിക്കെല്ലാം തിന്നാൻ പറ്റത്തില്ല, എനിക്കെല്ലാം കുടിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ്. അത് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കണം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് വേണം നമ്മൾ നിൽക്കാൻ. ഒരാളെ വിളിച്ചപ്പോൾ ആളിനെ നാസിറായിട്ടാണ് വിളിച്ചതെങ്കിൽ അവൻ നാസിറായിട്ട് നിൽക്കണം. നിങ്ങളെ ഏത് അവസ്ഥയിൽ വിളിച്ചോ ആ അവസ്ഥയിൽ നിന്നുകൊള്ളണം. സുവിശേഷകനായിട്ടാണ് വിളിച്ചതെങ്കിൽ അതനുസരിച്ച് നിൽക്കണം. ഒരു വിശ്വാസിയായിട്ടാണ് വിളിച്ചെങ്കിൽ അതനുസരിച്ച് നിൽക്കണം. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വ്യവസ്ഥകളാണ്. ചിലപ്പോൾ ചിലർക്ക് മരുന്ന് ചെയ്യാതെ രോഗസൗഖ്യത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ദൈവം വിളിച്ചതെങ്കിൽ അങ്ങനെ നിൽക്കണം. ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാനിടയാകണം. അടുത്തത് വാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ആ വാക്യം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എല്ലാവരും ഓർത്തിരിക്കണം. എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഈ വാക്കുകൾ ഉരുവിടണം. പൈശാചിക പോരാട്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഈ വാക്യങ്ങൾ ഉരുവിടുന്നത് നല്ലതാണ്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ച് അടക്കി. മതി. ഈ വാക്യം കൂടെ കൂടെ ഉരുവിടണം. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളവാൻ തക്കവണ്ണം ശക്തിയുള്ള ആയുധങ്ങളാണ് നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. റെവലേഷൻ ചാപ്റ്റർ 12 വേഴ്സ് 11. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ഞാൻ എൻ്റെ സഭയെ പണിയും. 18-ാം വാക്യം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ
ജയിക്കയില്ല. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. അതിനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ദൈവമക്കൾക്കെതിരായിട്ട് സാത്താൻ കിണഞ്ഞ് ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ആ ധൈര്യം നമുക്കുണ്ടാകണം. ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞു തരുന്നത്, ഈ വാക്യങ്ങൾ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഉരുവിടണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉരുവിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പൈശാചിക കോട്ടകൾ ഇടിയും. പിശാച് ഭയന്ന് വിറയ്ക്കുവാനിടയാകും. അതിനുവേണ്ടിയാണ് ഈ വാക്യങ്ങൾ പറഞ്ഞു തരുന്നത്. റോമാലേഖന 8-ാം അധ്യായം 1-ാം വാക്യം. ധൈര്യപ്പെടണം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അടുത്തത് എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യൻസ് 6:10-12. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സർവവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. അങ്ങനെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച ഒരു വിശ്വാസിയെ കണ്ടാൽ പിശാച് ഭയപ്പെടും, ഭയന്ന് വിറയ്ക്കും. ഒരു പട്ടാളക്കാരനെ ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയാം. അവൻ ആയുധം ധരിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ബോർഡറിൽ നിൽക്കുന്ന പട്ടാളക്കാരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവരുടെ ക്യാമ്പിൽ ഞാൻ പോയിട്ടുണ്ട്. അവരിങ്ങനെ ബെഡാ ബൂട്ട്സ് ഒക്കെ ഇട്ട് ആയുധമൊക്കെ പിടിച്ച് എല്ലാ ദിവസവും വൈകിട്ടൊരു മാർച്ചുണ്ട്. ആ മാർച്ച് കാണുമ്പോൾ തന്നെ എതിരാളികൾ ഭയപ്പെടും. അതേസമയത്ത് ബോർഡറിൽ പോയിട്ട് തോക്ക് കയ്യിലുണ്ട്, അതും അവിടെ വെച്ചിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുകയാണെങ്കിലോ, ഇതിലേടൊന്ന് ഒഴിഞ്ഞു കയറാൻ കുഴപ്പമൊന്നും ഇല്ലാന്ന് എതിര് പാർട്ടിയും വിചാരിക്കും. ആയുധം പിടിച്ചുകൊണ്ട് ധൈര്യമായിട്ടും മാർച്ച് ചെയ്യുന്ന ഒരുത്തനെ കാണുമ്പോൾ ശത്രു ഭയന്ന് വിറയ്ക്കും. ഒരുത്തനും ഒഴിഞ്ഞു കയറാൻ വരത്തില്ല. മതില് പൊളിഞ്ഞാൽ പാമ്പ് കയറുമെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. മലയാളത്തിൽ മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുമെന്ന്. മതിൽ എവിടെയെങ്കിലും പൊളിഞ്ഞു പോയാൽ പ്രാർത്ഥന എന്ന് പറയുന്ന ആയുധമാണ് ഏറ്റവും വലുത്. അത് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന് താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഏത് നേരത്തും പ്രാർത്ഥനയാലും യാചനയാലും സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്ന് പൗലോസ് ഓർപ്പിക്കുക. പ്രാർത്ഥനയുടെ മതിൽ എപ്പോഴും കെട്ടിപ്പൊക്കണം. പിശാചിന് കടക്കാൻ ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. മതിൽ പൊളിഞ്ഞാൽ അതിലൂടെ പാമ്പ് കയറും. അതുകൊണ്ട് പാമ്പ് കയറാതെ മതിലിനെ ഉയർത്തണം. പ്രാർത്ഥനയുടെ മതിലിനെ ഉയർത്തണം. സങ്കീർത്തനങ്ങൾ 91:13. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. ഇതുപോലെ നിരവധി വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ചില വാക്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും ധാരാളം വാക്യങ്ങളുണ്ട്. കുറഞ്ഞ പക്ഷെ ഇത്രയും വാക്യങ്ങളെങ്കിലും ഓർത്തിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ, സഭായത്തിന് വരുമ്പം പ്രാർത്ഥിക്കാനല്ല, വീട്ടിലിരുന്ന് നിങ്ങളുടെ സ്പിരിച്വൽ വാർഫെയറിനെ ബലപ്പെടുത്താൻ വേണ്ടി, നിങ്ങളുടെ
ഭവന പ്രാർത്ഥനയിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ഈ വാക്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. ഇനി ശ്രദ്ധിക്കുക, പൈശാചിക ശക്തികളോട് എതിർത്ത് നിൽക്കാൻ വേണ്ടിയാണ് ദൈവം ഇസ്രയേലിനെ വിളിച്ച് വേർതിരിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി, യഹോവയുടെ യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടി. ശൗലിനെ ദൈവമാക്കിയത് എന്തിനാണ്? ദൈവത്തിന്റെ യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടി. ദാവീദ് എങ്ങനെയാണ് യുദ്ധം ചെയ്തത്? ദൈവത്തിന് വേണ്ടിയാണ്. ബൈബിളിലുടനീളം നിങ്ങൾ നോക്കിയാൽ യുദ്ധം ദൈവത്തിനുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായം 47-ാം വാക്യം. 1 ശമൂവേൽ 17-ാം അധ്യായം 47-ാം വാക്യം വായിക്കാമോ? 1 ശമൂവേൽ 17:47. യുദ്ധം യഹോവയ്ക്കുള്ളത്. അല്ലാതെ ഇസ്രയേൽ യുദ്ധം ചെയ്തതൊക്കെ അവർക്ക് വേണ്ടിയല്ല. ഈ ശക്തികളെയൊക്കെ നീക്കുവാൻ വേണ്ടി. എവിടെ ബൈബിളിൽ പഴയ നിയമത്തിൽ നിങ്ങൾ വായിച്ചാലും ഹിത്യര്, ഹിവ്യര്, യെബൂസ്യര്, ഗിർഗശ്യര്, ഖനാന്യര്, യെബൂസ്യർ, മോബാബ്യര്, അമ്മോന്യര്, ഇവരെല്ലാം നിഗ്രഹിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. കാരണം ഇവരെല്ലാം പൈശാചികമായ ശക്തിയുടെ ആദേശത്തിൽ മുന്നോട്ട് വന്നതുകൊണ്ട് അവരെല്ലാം ഇല്ലാതാക്കാനാണ് യുദ്ധം. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ദൈവമക്കളെയാണ്. ഇസ്രയേലിലെ ദൈവം പഴയ നിയമത്തിൽ ഉപയോഗിച്ചു. ഇന്ന് ദൈവം ഉപയോഗിക്കുന്നത് നമ്മളെയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെയാണ് യുദ്ധത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് യുദ്ധത്തിന് വേണ്ടി നമ്മയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. 1 ശമൂവേൽ 18:17, 1 ശമൂവേൽ 25:26 ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് യഹോവയുടെ യുദ്ധങ്ങൾ. 2 ശമൂവേൽ 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം യഹോവയുടെ യുദ്ധങ്ങൾ. 1 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് യഹോവയുടെ യുദ്ധങ്ങൾ. യുദ്ധം യഹോവയ്ക്കുള്ളത്. അതിന് ആയുധമായി ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. നമ്മളെ ദൈവം ബലപ്പെടുത്തും. പാവപ്പെട്ട ദാവീദിനെ ദൈവം ഉപയോഗിച്ചു. കൊച്ചു പയ്യനായിരുന്നു. ഒരു കല്ലും കവണയും കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ താഴെ കളയുവാൻ അവനെ ദൈവം ഉപയോഗിച്ചു. അവന്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി അവനിൽ വ്യാപരിച്ച് അവന്റെ കവചവും താമ്ര ശിരസ്ത്രവും ഒക്കെ ഉണ്ടായിട്ടും ഒരു കല്ല് കൊള്ളാനുള്ള സ്ഥലം നെറ്റിയിൽ ബാക്കിയുണ്ടായിരുന്നു. അത്രയും ശക്തമായ കല്ലേറാണെങ്കിൽ അവൻ പുറമോട്ടാണ് വീഴേണ്ടത്. മല്ലൻ മുന്നോട്ട് പറഞ്ഞു വീണു, കവിണ്ണു വീണു. അപ്പോൾ ഒരു ദൂതൻ പുറകിൽ നിന്ന് ഒരു പ്രഹരം കൊടുത്തുകയാണ്. അതുകൊണ്ടല്ലേ അവൻ മുന്നോട്ട് വീണത്. നോക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കണം. സ്പിരിച്വൽ വാർഫെയറിൽ വിജയിക്കുവാൻ നമുക്ക് ആവശ്യം വന്നത് ദൈവത്തിന്റെ ദൂതന്മാരും ആത്മാവിന്റെ ശക്തിയുമാണ്. ഇതില്ലാതെ യുദ്ധത്തിന് ഇറങ്ങിയാൽ നമ്മൾ പരാജയപ്പെടും. ദൈവശക്തി ഇല്ലാത്തവൻ പിശാചിനെ ഓടിക്കാൻ പോയാൽ അവസാനം നമ്മൾ തന്നെ കുഴഞ്ഞു പോകും. അവസാനം പിശാചിനോട് പറയും, എൻ്റെ പിശാച് നീ അങ്ങ് പോ, എന്നെ ആയിട്ട് ബുദ്ധിമുട്ടിക്കാതെന്ന് പറയും. എന്നാൽ 120 പൗണ്ട് മാത്രം തൂക്കമുള്ള ഒരാള് ദൈവശക്തി അങ്ങോട്ട് പ്രാപിച്ചു കഴിഞ്ഞ് ആത്മാവിൽ ശാസിച്ചു കഴിഞ്ഞാൽ ഏത് പിശാചും കിടുങ്ങി വിറയ്ക്കും, വിട്ടോടും, അലറും,
എന്നെ വിടണമേ എന്ന് പറഞ്ഞ് അലറാൻ തുടങ്ങും. അനവധി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊന്നും ഞാൻ ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പറയുന്നില്ല. നമ്മൾ ഓർക്കണം, ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ദൈവകൃപ പ്രാപിക്കണം. ദൂതന്മാരുടെ ശക്തി നമുക്ക് ആവശ്യമാണ്. അതായത് ഏതൊക്കെ നിലകളിലാണ് ദൂതന്മാർ ഇടപെടുന്നതെന്ന്, ആ പ്രത്യേക ഇടപെടലുകളെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. അബ്രഹാമിനെ വീട്ടിൽ ദൂതന്മാർ വരുമ്പോൾ 3 ദൂതന്മാരാണ് അബ്രഹാമിന്റെ വീട്ടിൽ വന്നത്. 18-ാം അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ 3 ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അവര് സോതോമിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അബ്രഹാം അവിടെ ദൂതന്മാരുമായിട്ട് വാദിച്ചു. അപ്പം വേണമെങ്കിൽ ദൂതന്മാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ദൂതന്മാരുമായിട്ട് വാദിക്കാം. വാദിച്ചാൽ ദൂതന്മാർ കാര്യം സമ്മതിക്കും. ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ദൂതനോട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യും. അതിനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ദൈവമേ, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുവോ? ദൈവം പറഞ്ഞു, നശിപ്പിക്കത്തില്ല. ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞു പോയല്ലോ. 5 കുറഞ്ഞു പോയാലോ? ദൈവത്തിന്റെ മറുപടി, 45 നീതിമാന്മാരെ ഞാൻ അവിടെ കണ്ടാൽ നശിപ്പിക്കത്തില്ല. അയ്യോ, പൊടിയും പുഴുവുമായി ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. പക്ഷെ 40 നീതിമാന്മാരെ അവിടെ കണ്ടാലോ? ആ 40 പേരുടെ നിമിത്തം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ല. അയ്യോ, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, 20 ആയാലോ? ആ 30 പറഞ്ഞു, 20 പറഞ്ഞു, അവസാനം 10 പറഞ്ഞു. ആ 10 നീതിമാന്മാരുടെ നിമിത്തം ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവം അവിടെ വെച്ച് തിരിഞ്ഞുപോയി. 2 ദൂതന്മാരാണ് സോതോമിൽ പോയത്. 3-ാമത്തെ ആള് ദൈവം തന്നെയായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അതുകൊണ്ടാണ് ദൈവം അവനോട് സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവം അവനെ വിട്ടു പിരിഞ്ഞു പോയി. 2 ദൂതന്മാർ സോതോമിലേക്ക് പോയി. 19-ാം അധ്യായം 1-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം. ആ 2 ദൂതന്മാർ വായിക്കാമോ? ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സോതോമിലെത്തി. ലോത്ത് മതിയോ? ആ 2 ദൂതന്മാരാണ് സോതോമിലേക്ക് പോയത്. അവര് കണ്ടപ്പോൾ ലോത്ത് ഓടിച്ചെന്നു, അവരെ സ്വീകരിച്ചു. എന്റെ വീട്ടിൽ വന്ന് രാപാർക്കണമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞില്ല, ഞങ്ങൾ വീതിയിൽ രാപാർക്കാം. അവൻ നിർബന്ധിച്ചപ്പോൾ അവന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ടോ വൈകിട്ട് സോതോമിലെ ആളുകളെല്ലാം ചുറ്റും കൂടി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാരെ പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അവൻ അവരോട് കാല് പിടിച്ച് സംസാരിച്ചു. ആ നാട്ടുകാര് അവനെ ഉന്തിക്കളഞ്ഞു. നീ ഒരുത്തൻ പരദേശിയായിട്ട് വന്നു പാർക്കുന്നു, ഇപ്പോൾ ന്യായം വിധിക്കാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ച് അവനോട് പെശകി. അപ്പോൾ ആ ദൂതന്മാർ കൈ പുറത്തോട്ടിട്ട്, ദൈവത്തിന്റെ ഒരു ദൂതൻ കൈ പുറത്തോട്ടിട്ട് ലോത്തിനെ പൊക്കിയെടുത്ത് അകത്തു ഇട്ട് കതകടച്ചു. വന്ന മനുഷ്യർക്കെല്ലാം അന്ധത പിടിപ്പിച്ചു. അവര് വാതിൽ തപ്പി നടന്നു. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്, നിനക്കിവിടെ ആരെങ്കിലും ഉണ്ടോ? നിന്റെ പുത്രിപുത്രന്മാരോ ബന്ധുക്കളോ മറ്റാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരെ എല്ലാം കൊണ്ടുപൊക്കോ. ഞങ്ങൾ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവാ. ഞങ്ങൾ വന്ന ഉദ്ദേശം എന്താണെന്ന് അവർ പറഞ്ഞ്. സ്വർഗത്തിൽ എത്തിയ ആവലാതി പോലെ കേവലം ഇവര് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അറിയാൻ ദൂതന്മാരെ വിട്ടത്. നമ്മൾ ഒരു ആവലാതി സ്വർഗത്തിലോട്ട് അറിയിച്ചാൽ
പ്രാർത്ഥനയിൽ ഒരു ആവലാതി അറിയിച്ചു, കർത്താവേ, ആരെങ്കിലും ഒരു മനുഷ്യൻ സോ ആൻഡ് സോ എനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ചെയ്തു, ദൈവമേ അവനോട് ഇടപെടണേ. ചില ദൈവദാസന്മാരുടെയും ചില വിശ്വാസികളുടെയും ഒക്കെ സംസാരമാണ്. ഞാൻ മുട്ടുമേലിരിക്കും, ദൈവത്തോട് പറയും, അവനെ തകർക്കും. ആർക്കും എതിരായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവവചനത്തിൽ വ്യവസ്ഥയില്ല. അവൻ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കേ. എന്നാൽ ഇവിടെ ഇതാ ആവലാതി സ്വർഗത്തിൽ കിട്ടി. അവിടെയുള്ള ജനങ്ങളാണ് ആവലാതി കൊടുത്തിരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ കരയുന്നു. എളിയവന്റെ ദീർഘശ്വാസവും പീഡയും നിമിത്തം അവൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കും. എളിയവരെ പീഡിപ്പിക്കുന്നു, ദരിദ്രരെ ഉപദ്രവിക്കുന്നു. സോദോമിന്റെ പാപം, യെഹെസ്കേൽ പ്രവചനം 16-ാം 44-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, നിഗളം, അഹങ്കാരം, തീൻപുളപ്പ്, ഇതായിരുന്നു സോദോമിന്റെ പാപം. അവര് നിഗളിച്ചു. ധനവാന്മാർ ദരിദ്രരെ പീഡിപ്പിക്കുന്നു. അവര് ഇമ്മോറലായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെയുള്ള കംപ്ലൈന്റ് ആ സ്വർഗത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇതാ സ്വർഗത്തിൽ നിന്ന് രണ്ടുപേരെ അന്വേഷിക്കാൻ വിട്ടിരിക്കുകയാണ്. അവര് പറയുകയാണ്, സ്വർഗത്തിലെത്തിയ ആവലാതി പോലെ കേവലം അവര് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞങ്ങൾ വന്നത്. നമ്മളൊരാളെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന ഉടനെ നമുക്കെതിരൊന്നും സംഭവിക്കത്തില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതന്മാരെ അയക്കും, ആ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് അന്വേഷിക്കാൻ. ശരിയാണെങ്കിൽ നമ്മൾ പോക്കാം. ദൈവം നോക്കിയിട്ട് മാത്രമേ ശിക്ഷിക്കത്തുള്ളൂ. അപ്പോൾ ദൂതന്മാര് പറഞ്ഞു, ഞങ്ങൾ വന്നു കണ്ടു, ഈ ഒരു സംഭവത്തോടുകൂടെ മനസ്സിലായി, കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇവരുടെ പോക്ക് ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ ലോത്തിനോട് സംസാരിച്ചു. ലോത്തിനെ രാത്രി തന്നെ പറഞ്ഞു വിട്ടു. ലോത്ത് പോയി മക്കൾക്ക് കല്യാണം പറഞ്ഞു വെച്ചിരുന്ന മരുമക്കളാകാൻ പോകുന്ന പിള്ളേരുടെ അടുത്ത് എന്ന് പറഞ്ഞു. 2 ദൂതന്മാര് വീട്ടിൽ വന്നിട്ടുണ്ട്. അവർ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവാ. രക്ഷപ്പെടണമെങ്കിൽ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോണം, നിങ്ങളും വരെ. അപ്പ കളി പറയുന്നെന്ന് പിള്ളേർക്ക് തോന്നിയെന്നാ ബൈബിളിൽ എഴുതിയേക്കുന്നു. പ്രായം കൂടി വരുമ്പം ഇങ്ങനെയൊക്കെയുള്ള തോന്നലുണ്ടാകുമെന്ന ആ പിള്ളേർക്ക് തോന്നിയത്. ഉഷസായപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ ലോത്തിനെ നിർബന്ധിച്ചു, നിന്റെ ഭാര്യയെയും 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. താമസിച്ചപ്പോൾ ഈ ദൂതന്മാരെ ഈ 4 എണ്ണത്തിനെയും കൂടെ പൊക്കിയെടുത്ത് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുവച്ചു. അല്ലേ? അവരെ പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാം, ഇവിടെയെങ്ങും നിൽക്കരുത്. അവിടെ ലോത്തൊരു അപ്പീൽ ചെയ്തു, പർവ്വതത്തിലേക്ക് ഓടിപ്പോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഈ ചെറിയ മലയിലോട്ട് ഞങ്ങൾ പൊക്കോളാം, അവിടെ ചെല്ലുന്നവരെ ഞങ്ങളെ രക്ഷിക്കണം. അതും ദൂതന്മാർ സമ്മതിച്ചു. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ദൂതന്മാർ അംഗീകരിക്കും. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അവരാ ചെറിയ സോവാറിലേക്ക് ഓടിപ്പോയി. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ദൈവദൂതനുമായിട്ട് സംവാദിക്കാം. ദൈവദൂതൻ അംഗീകരിക്കും. നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി, ബാക്കി ദൈവം ചെയ്തോളും. നീ അവിടെ ചെല്ലുന്നത് വരെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, പെട്ടെന്ന് ഓടിപ്പോക്കോ എന്ന് പറഞ്ഞ് അവിടെയും ദൂതൻ സമ്മതിച്ചു കൊടുക്കുകയാണ്. ദൂതന്മാരുമായിട്ട്
സമ്പാദിക്കാൻ നമുക്ക് കഴിയും. മറ്റൊരു കാര്യം ഓർക്കണം, രക്ഷിക്കപ്പെടാത്ത സാധാരണ മനുഷ്യരോട് ദൈവത്തിന്റെ ദൂതന്മാർക്ക് സംസാരിക്കാൻ കഴിയും. അവരോടും ദൈവത്തിന്റെ ദൂതന്മാർ ഇടപെടും. ഹാഗാറിനെ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ പോകുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവളെ ആകാശത്ത് നിന്ന് വിളിച്ചു, ഹാഗാറെ, നീ എവിടെ പോകുന്നു? അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ യജമാനത്തിയുമായിട്ട് ഉടക്കുണ്ടായി, ഞാൻ ഇറങ്ങിപ്പോരുന്നതാണെന്ന് പറഞ്ഞു. നീ തിരിച്ചുപോയി നിന്റെ യജമാനത്തിക്ക് പറയുന്ന പോലെ കേട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അവള് പേടിച്ച് തിരിച്ചു വീട്ടിൽ പോയി. രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒന്നും അല്ല. പക്ഷെ അവളോട് ദൂതൻ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നമ്മളോട് സംസാരിക്കത്തില്ലേ? നമ്മള് ദൂതനോട് അടുത്ത് നിന്നാൽ, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തിയാൽ ചുറ്റും നിൽക്കുന്ന ദൂതസഞ്ചയങ്ങളെ നമുക്ക് കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും. ഹാഗാറ് പിന്നീട് 2ാം പ്രാവശ്യം കുഞ്ഞിനെയും കൊണ്ടുപോയി. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവനെ ഒരു കുറുങ്കാട്ടിലിട്ടിട്ട്, തണലിലിട്ടിട്ട് അതിനെതിരെ പോയിരുന്ന് ഉറക്കെ കരഞ്ഞു. ദൂതൻ വിളിച്ചു, കുഞ്ഞിന്റെ നിലവിളി സ്വർഗത്തിലെത്തി, നീ ചെന്ന് അവനെ താങ്ങി എഴുന്നേപ്പിക്കേ. അപ്പൊ ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ നോക്കിയപ്പോൾ ഒരു നീരുറവ. അവൾ വെള്ളമെടുത്ത് കുഞ്ഞിനെ കുടിപ്പിച്ചു. ആ വെള്ളം ഇന്നും അവിടെ ഉണ്ട്. അവൾ ചെറിയ നീരുറവയിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് പോയി കുടിപ്പിച്ചിട്ട് മടങ്ങി വരുമ്പോൾ അത് വലിയ നീരുറവയായി. അപ്പോൾ അവൾ സംസം എന്ന് പറഞ്ഞു, മതി മതി. അതുകൊണ്ട് ആ കിണറിന് സംസം കിണറെന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. മറുവാക്കുന്നിലും സേവാക്കുന്നിലും അവള് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നോക്കി, വെള്ളമെങ്ങും കണ്ടില്ല. അവസാനമാണ് അവൾ ഇരുന്ന് കരഞ്ഞത്. ഇന്ന് പറയപ്പെടുന്നത് മക്ക പട്ടണത്തിൽ ആവശ്യമുള്ള വെള്ളം മുഴുവൻ ആ കിണറ്റിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നത്. ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ചെന്ന് വെള്ളം കൊണ്ടുപോകുന്നു. പക്ഷേ ആ വെള്ളത്തിന് ഒരു കുറവുമില്ല. ദൈവം കൊടുത്ത നീരുറവയാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നാൽ നമ്മുടെ കഷ്ടതകൾ മാറും, സമൃദ്ധി ഉണ്ടാകും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആ നിലയിൽ ദൈവദൂതനിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ഇടയാകട്ടെ. ദൂതന്മാരുടെ സാന്നിധ്യം മനസ്സിലാക്കി കരഞ്ഞാൽ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഓരോ ദിവസവും ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം.